കേരളം എന്നത് സംഘപരിവാർ പ്രവൃത്തികൾ എക്കാലവും ഭയക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. അതിനുള്ള പ്രധാന കാരണം തങ്ങളുടെ വിദ്വേഷ പ്രചരണങ്ങളും കുൽസിത പ്രവർത്തനങ്ങളും തള്ളിക്കളയുന്ന ജനങ്ങളാണ് ഇവിടെ ഭൂരിപക്ഷം എന്നത് തന്നെയാണ്. മതേതരത്വവും നവോത്ഥാന മൂല്യങ്ങളും മുറുകെ പിടിക്കുകയും ഐക്യമനോഭാവം വെച്ചു പുലർത്തുകയും ചെയ്യുന്നൊരു ജനതയ്ക്ക് മുന്നിൽ തങ്ങളുടെ വിഭാഗീയ ആശയങ്ങൾ വേരുപിടിപ്പിക്കുന്നില്ലെന്നതും കാരണങ്ങളിൽ മറ്റൊന്നാണ്. അങ്ങനെ വരുമ്പോൾ വ്യാജ പ്രചരണങ്ങളും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളും അവതരിപ്പിച്ച് അപമാനിക്കുക എന്ന നികൃഷ്ട സമീപനം അവർ ആവർത്തിക്കുകയാണ്. 2 വർഷം മുമ്പ് കേരള സ്റ്റോറി എന്ന പേരിൽ ചലച്ചിത്രമെടുത്ത് ഇകഴ്ത്താൻ ശ്രമിച്ചതിനെ കേരളം ഒറ്റക്കെട്ടായി തള്ളിയതും പിന്നീട് അതിൽ പറഞ്ഞതിൽ തിരുത്തൽ വരുത്താൻ നിർബന്ധിതമായതും നമ്മുടെ അനുഭവത്തിലുണ്ട്. എങ്കിലും തങ്ങളുടെ പിന്തിരിപ്പൻ സമീപനങ്ങൾ നിർത്താൻ ഉദ്ദേശമില്ലെന്ന് അതേ ശക്തികൾ വീണ്ടും തെളിയിക്കുകയാണ്. യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയെന്ന് അവകാശപ്പെട്ടാണ് 2023 മെയ് 5 പുറത്തിറങ്ങിയ കേരള സ്റ്റോറി കെട്ടിച്ചമച്ചത്. കേരളത്തിലെ 32,000 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടെന്നായിരുന്നു വിശദീകരണം. സ്ത്രീകളെ പ്രണയം നടിച്ച്, അതായത് ലവ് ജിഹാദ് ആകർഷിക്കുകയും മതം മാറ്റിയ ശേഷം ഭീകര പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുപോയെന്ന നുണക്കഥയാണ് പ്രസ്തുത സിനിമയുടെ അടിസ്ഥാനമാക്കിയത്. കേരളത്തിൽ നിന്ന് ഇത്രയധികം പേരെ ഭീകരപ്രവർത്തനത്തിന് കൊണ്ടുപോയെന്നതിന് ഔദ്യോഗികമോ അനൗദ്യോഗികമോ ആയ ഒരു തെളിവിൻ്റെയും പിൻബലമില്ലാതെയായിരുന്നു ഈ കള്ളം ചമച്ചത്. വ്യാജ പ്രചരണത്തിനെതിരെ എല്ലാ കോണുകളിൽ നിന്നും വൻ പ്രതിഷേധം ഉയർന്നപ്പോൾ 32,000 എന്ന കണക്ക് 3 പെൺകുട്ടികളുടെ കഥ എന്നാക്കി തിരുത്തിയെങ്കിലും വ്യാജങ്ങളിൽ ഉറച്ചുനിന്നാണ് സിനിമ പ്രദർശനത്തിനെത്തിയത്. സംവിധായകന്റെയും നിർമ്മാതാവിൻ്റെയും പേരുകളിൽ വ്യത്യാസമുണ്ടെങ്കിലും അതേ ശക്തികൾ പുതിയ കള്ളക്കഥ മെനഞ്ഞ് മറ്റൊരു ചിത്രം ഈ മാസം 27-ന് വീണ്ടും പ്രദർശനത്തിനെത്തിക്കുകയാണ്. ചലച്ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടെ കേരളത്തെയും ഇവിടെയുള്ള ജനങ്ങളെയും അപമാനിക്കുന്നതിനുള്ള ഗൂഢോദ്ദേശത്തോടെ തയ്യാറാക്കിയതാണ് ഇതുമെന്ന് വ്യക്തമായിരിക്കുന്നു. ചലച്ചിത്രം എന്ന ഉന്നതമായ കലാരൂപത്തെ വിദ്വേഷ പ്രചരണത്തിനുള്ള ഉപാധിയായി സംഘപരിവാർ ശക്തികളും പ്രതിലോമ സംഘടനകളും ഉപയോഗിക്കുന്നതിൻ്റെ പ്രകടമായ ദൃഷ്ടാന്തമാണ് ഈ ചലച്ചിത്രം എന്നാണ് ട്രെയിലറിൽ നിന്നും വ്യക്തമാകുന്നത്. കുപ്രചരണങ്ങളെ സ്ഥാപിച്ചെടുക്കുന്നതിന് പതിവ് ചേരുവകളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാം സിനിമയിൽ എന്നതുപോലെ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതെന്ന ആമുഖത്തോടെയാണ് ആരംഭിക്കുന്നതെങ്കിലും വസ്തുതകളുമായി പുലബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പടച്ചുവിട്ടിരിക്കുന്നത്. തീവ്ര BJP-ക്കാരിലെ പ്രമുഖൻ അമിത്ഷാ ചുമതല വഹിക്കുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോലും തള്ളിക്കളഞ്ഞ ലവ് ജിഹാദ് തന്നെയാണ് ഉൾക്കാമ്പ് എന്നെടുത്ത് പുതിയ സിനിമയുടെ ഉദ്ദേശ്യവും പകൽ പോലെ വ്യക്തമാകുന്നു. കേരള സ്റ്റോറി അതിനപ്പുറം എന്ന പേര് നൽകിയത് കൊണ്ട് ജുഗുപ്സാവഹമായ പുതിയ എല്ലാ കഥകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബീഫ് കഴിക്കാൻ മടിക്കുന്ന യുവതിയെ നിർബന്ധിക്കുന്ന ദൃശ്യങ്ങൾ കേരളത്തിൽ സംഭവിച്ചതാണെന്ന് വരുത്താൻ ശ്രമിച്ചാൽ ഇവിടെ ജീവിക്കുന്ന ഹിന്ദുത്വ തീവ്രവാദികൾ പോലും സമ്മതിച്ചു നൽകില്ല. കാരണം അവരിലും അരിയാഹാരവും മാത്രമല്ല മാംസാഹാരവും സുഭിക്ഷമായി കഴിക്കുന്നവർ നിരവധിയുണ്ടല്ലോ. ഒരു സംസ്ഥാനത്തെ ജനങ്ങളെയാകെ കുറ്റവാളികളും തീവ്രവാദികളുമാക്കി ചിത്രീകരിക്കുന്ന ഇതുപോലൊരു സിനിമ എങ്ങനെയാണ് സെൻസർ ബോർഡിന്റെ അനുമതി തേടി പുറത്തിറങ്ങാനിടയായത് എന്ന ചോദ്യം പ്രസക്തമാണ്. ബീഫ് എന്ന വാക്കും ജാനകി എന്ന പേര് പോലും ഉപയോഗിക്കാൻ അനുവദിക്കാതെ ചലച്ചിത്രങ്ങൾ തടയുകയും തിട്ടൂരമനുസരിച്ചുള്ള ഭാഗങ്ങൾ വെട്ടിയ ശേഷം പ്രദർശനാനുമതി നൽകുകയും ചെയ്ത സെൻസർ ബോർഡിലെ ഉന്നതരുടെ സംഘപരിവാർ പ്രവൃത്തികളോടുള്ള അടിമ മനോഭാവവും ഇതിലൂടെ പുറത്തു വരികയാണ്. നിലവാരവും കലാമൂല്യവും സാംസ്കാരിക ഔന്നത്യവും പുലർത്തുന്ന സൃഷ്ടികൾ ജനങ്ങൾ കാണണമെന്ന നിഷ്ഠയോടെയാണ് സെൻസർ ബോർഡ് എന്ന സങ്കല്പം തന്നെ ഉണ്ടായത്. അവിടെയാണ് വെറുപ്പ് പടർത്തുകയും കുപ്രചരണങ്ങൾ നടത്തുകയും തീവ്ര വലതുപക്ഷ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചലച്ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകി സെൻസർ ബോർഡ് സ്വയം അപഹാസ്യരാകുന്നത്. ഒന്നാമത്തെ കേരള സ്റ്റോറിക്ക് എന്നതുപോലെ രണ്ടാമത്തേതിനും ദേശീയ അവാർഡുകൾ നൽകി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചെന്നുമിരിക്കും. പക്ഷേ അതുകൊണ്ട് ഒരു വിദ്വേഷ സിനിമ മികച്ചതാകുന്നില്ല. എല്ലാ മതസ്ഥരും സാഹോദര്യ മനോഭാവത്തോടെ ഒരുമിച്ച് ജീവിക്കുകയും അതേസമയം ഇതര മതസ്ഥരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പരസ്പര ബഹുമാനത്തോടെ അംഗീകരിക്കുകയും ചെയ്യുന്ന കേരളത്തെ തീവ്ര ഹിന്ദുത്വ ആശയക്കാർ എത്രത്തോളം ഭയക്കുന്നുവെന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇത്തരം വ്യാജ നിർമ്മിതികൾ.